ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പെൻസിൽ ഹോൾഡർ അല്ലെങ്കിൽ പെൻ ഹോൾഡർ എന്നും പറയാം. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് പോലത്തെ നമ്മൾ ഈ ടാപ്പ് ഉണ്ടാവില്ലേ, അതിൻ്റെ ടാപ്പ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പീസ് കിട്ടും. അപ്പോൾ അത് വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് ഇതുപോലെ ഈ ടാപ്പിൻ്റെ ബാക്ക് സൈഡിലുള്ള അളവൊന്ന് നോക്കിയിട്ട് വരച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇതാ അതെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെന്ത് ചെയ്യാം, ഒന്ന് പെയിൻറ്റ് കൊടുക്കണം കേട്ടോ. അതുപോലെ ഞാൻ കൊടുക്കുന്നത് റെഡ് കളർ അക്രിലിക് പെയിൻ്റാണ്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് തന്നെ എടുത്തിട്ട് രണ്ടിനും സെയിം കളർ കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ റെഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ റെഡ് ഇങ്ങനെ ഫുള്ളൊന്ന് ബേസ് കോട്ട് അടിച്ച് കൊടുക്കാം കേട്ടോ. ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ. ഉള്ളിൽ ഞാൻ എന്തായാലും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ള് ഒന്ന് ഇതാക്കി വെക്കുക. പിന്നെ അതിന് ഇതില്ലേ ഈ ഒരു കാർഡ്ബോർഡ് പീസും കൂടി എന്ത് ചെയ്യാം, നമ്മൾ ഫുള്ളൊന്ന് ആദ്യം കറക്റ്റാണോ നോക്കുക കേട്ടോ. കറക്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. അതിൻ്റെ സൈഡിൽ ഒന്ന് വെട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ അതിന് ശേഷം അതും ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുക. ഇത് രണ്ടും കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കാം. നമ്മൾ ആദ്യം ചെയ്തെടുത്ത ടാപ്പില്ല ഇത് എന്തായാലും ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മറ്റേത് കുറച്ച് ഉണങ്ങാൻ കുറച്ച് ടൈം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതൊന്ന് ഉണങ്ങി കിട്ടിക്കോട്ടെ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം നമ്മളിതുപോലെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേണാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. വീണ്ടും ഇത് കറക്റ്റാണോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയതിന് ശേഷം ഒന്നും കൂടി ആ യെല്ലോ കളർ ഉണ്ടല്ലോ അതൊന്ന് ഉണങ്ങാൻ നോക്കുക. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യാം, അത് ഒന്ന് പശ തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഫെവിക്വിക്കും തേക്കാം അല്ലെങ്കിൽ ഫെവിക്കോളും തേക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഫെവിക്കോളാണ് കേട്ടോ. അല്ലെങ്കിൽ ഫെവിക്വിക്കായാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊട്ടൊന്നും എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഇതാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒട്ടിച്ചെടുക്കുക. കണ്ടില്ലേ, അടിയിലൊന്ന് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഫുള്ളൊന്ന് ഉണങ്ങി കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആ വരച്ചു കൊടുത്ത പാറ്റേൺ യെല്ലോ ആണല്ലോ. അപ്പോൾ അതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്ലവറും കൂടി എന്ത് ചെയ്തു അതുപോലെ ഒന്ന് അതിമ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചിട്ടൊക്കെ റെഡിയായി. ഇനി ഒന്നുകൂടി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലോട്ട് പെൻസിലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ പെൻസിലുകളൊക്കെ ഇട്ടൊക്കെയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വർക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.